അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഓരോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ രാവിലെ തന്നെ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലേനി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ രാവിലെ മുതലേ എടുക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് മതി വീഡിയോ എടുത്ത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ച് ഒന്ന് വീഡിയോ എടുത്താലോ, വേറെ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ സ്റ്റോക്കാക്കി വെക്കല. പിന്നെ നമ്മൾ ഒന്നരാടം പുഴുക്കളല്ലേ, അപ്പോൾ ഒന്നരാടമൊക്കെ വീഡിയോ ഇടുമ്പോൾ അപ്പം ഇങ്ങനെ ഒന്നരാടം സ്റ്റോക്കാക്കി ഇങ്ങനെ വെക്കണ്ടേ. അപ്പം നമ്മൾ ഫോണിൽ വീഡിയോ ഒന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ചെറുങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ തേങ്ങ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തേങ്ങ മഴ ആയതുകൊണ്ട് തേങ്ങ ഇടാൻ ആരും വരൂലല്ലോ. നമ്മൾ തെങ്ങുമലൊക്കെ ഇങ്ങനെ പൂപ്പലൊക്കെ ആയിട്ട് വൈക്കിളിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് മഴക്കാലത്ത് അങ്ങനെ ആരും തേങ്ങ ഇടാൻ വരില്ല. അപ്പോൾ നമ്മൾ തെങ്ങുമെന്നൊക്കെ ഇങ്ങനെയുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ വീണ് ഞാൻ കുറേ ദിവസമായി ഈ ഒരു ഭാഗം ഇങ്ങനെ കൂട്ടി വെച്ചിട്ട്. അപ്പം അത് തന്നെ ആദ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം അതൊക്കെ ഒന്ന് അവിടെ ഒരു 10ഓളം തേങ്ങ ഉണ്ടേനി കേട്ടോ. അതൊക്കെ ഞാൻ പൊളിച്ച്, നല്ലതും ഉണ്ടേനി ആകാത്തതും ഉണ്ടേനി. ഉണങ്ങി ഇങ്ങനെ ചുക്കായിട്ടാണല്ലോ വരിക. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞേരെ തേങ്ങാപ്പൊളിയൊക്കെ കഴിഞ്ഞേരെ മുറ്റൊക്കെ അടിച്ചിട്ടോ. മുറ്റൊക്കെ അടിച്ച് മുറ്റം അടിച്ച് വരുന്നതിൻ്റെ ഇടയിലുണ്ട് എൻ്റെ മോന് എന്തോ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫോട്ടോ ചോദിച്ചതാണ്. ഓന് +2 പാസ്സായപ്പം എന്താണെന്നറിയില്ല, നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ ചോദിച്ചതാണ് അവനോട് എൻ്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ +2 പാസ്സായ കുട്ടികൾക്ക് എന്തോ കൊടുക്കാനാണോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനത് ടേബിളിൻ്റെ ഷീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചിനി. അപ്പോൾ അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കളത്തെ വിശേഷങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ നമ്മൾ നല്ല ചെമ്മീൻ കറിയും ചക്കക്കുരു തോരൻ എന്ന് പറയില്ലേ, ചക്കക്കുരു ഉപ്പേരി എന്നൊക്കെ പറയും ഞങ്ങൾ. അപ്പം ഇന്ന് ചക്കക്കുരു ഒന്ന് വേവിച്ചുകാണ്ട് നമ്മൾ മുരിങ്ങൻ്റെ ഇലയിൽ ഇങ്ങനെ ഒന്ന് ഒലത്തുമല്ലോ. അപ്പം അതുപോലത്തെ ഒരു അടിപൊളി തോരനാണ് കേട്ടോ നമ്മളിന്ന് ചോറിനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതാ 2 മാസം മുന്നേ ഫസ്റ്റ് തന്നെ ചക്ക കിട്ടിയപ്പം ആദ്യത്തെ ചക്കക്കുരൊക്കെ നമ്മൾ കവറിലൊക്കെ ഇട്ട് വെച്ചിനല്ലോ. ഇത് വരിക്കും ഒന്നും ആയിട്ടില്ല കേട്ടോ. 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും, അതിൽ കൂടുതലാതെ കുറയൂല. പിന്നെ അപ്പോൾ ഞാൻ പകുതി എടുത്തുകാണ്ട് ആ കവറിൽ തന്നെ കെട്ടി വെക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരും, ഇത് വരിക്കൊരു കുഴപ്പമൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകാണ്ട് കാണിച്ചു തരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര കാലം വെച്ചാലും ഒന്നും ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വേറെയും ഉണ്ട് കേട്ടോ. നമ്മൾ 2 കവറിലൊക്കെ കെട്ടി വെച്ചിനല്ലോ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വേറെയുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കട്ടെ. നമ്മൾ തുറന്ന് ഇങ്ങനെ ഇതാക്കി കളിക്കുമ്പോൾ അതിനൊരു കറുത്തൊരു പുള്ളിക്കുത്തൊക്കെ വരും കേട്ടോ. നമ്മൾ അതിൻ്റെ ഉള്ളിലൊരു കാറ്റ് അടക്കാത്ത രീതിയിൽ നമ്മളത് അടച്ച് നല്ലോണം കെട്ടി വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ നമ്മൾ ചക്കക്കുരു. അപ്പോൾ ചക്കക്കുരൊക്കെ നല്ലോണം പകുതി എടുത്ത് തൊലിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് അതും കൂടെ ആ എടുത്ത് വെച്ചതും കൂടെ ഒന്ന് തൊലിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് 2 ഫുള്ളും ഞാൻ തൊലിച്ചിട്ടോ. പിന്നെ ഏതായാലും അത് നമുക്ക് ഇനി പിറ്റേന്നോ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ട് വേറെ എന്തിനെങ്കിലുമൊക്കെ എടുക്കാൻ വിചാരിച്ച് കണ്ട് അത് ഞാൻ ഫുള്ളും തൊലിച്ച്. അപ്പോൾ പിന്നെ എടുത്തതൊന്നും ഞാൻ പിന്നെ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ചക്കക്കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇനി ഇതിപ്പം കുറേ നമ്മൾ ആ ഫുള്ള് ചക്കക്കുരൊക്കെ നല്ലോണം തൊലിച്ച് നല്ല വൃത്തിയാക്കി അവിടെ വെച്ച ശേഷം ഒരു ചെറിയൊരു പാത്രത്തിൽ നമ്മളത് മാറ്റി വെച്ചിട്ടോ. എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് അതിന് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലും മീൻ കറിയിലോ അല്ലെങ്കിൽ ഇതേമാതിരി തന്നെ എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ആക്കലല്ലേ. അപ്പോൾ നമ്മളൊന്നും ഒരു ചക്കക്കുരു പോലും വേസ്റ്റ് ആക്കൂല കേട്ടോ. നമുക്ക് ചക്ക കിട്ടുമ്പോഴൊക്കെ എങ്ങനെയെങ്കിലും അത് നമ്മൾ പള്ളയിലാക്കും കേട്ടോ. അത് ചിലപ്പോൾ വൈകുന്നേരം നല്ലോണം വറവിട്ട് കട്ടൻ ചായക്കൊക്കെ നല്ല രസം ഉണ്ടാവും കേട്ടോ. എൻ്റെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഞമ്മക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെമ്മീൻ കറിയൊക്കെ നമ്മളിത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ എന്നും കറി വെക്കുന്നതൊക്കെ ഇങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ഒന്ന് അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചക്കക്കുരു തോരൻ എങ്ങനെ വെക്കുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ലേശം കടുകൊക്കെ ഇട്ടുകാണ്ട് മുരിങ്ങൻ്റെ ഇല ഒന്നങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറിൽ ചക്കക്കുരു ഇട്ട് അതിൽ നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഉപ്പും 2 പച്ചമുളകും ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ചിട്ടോ. വേറെ ഒന്നും ഇട്ടിട്ടില്ല, മഞ്ഞൾപ്പൊടി ഉപ്പും പച്ചമുളകും മാത്രം ഇട്ടുകാണ്ട് ഒന്ന് വേവിച്ച് അതാ നമ്മളെ കുക്കറിൽ അവിടെ വെച്ചേക്കണം കേട്ടോ.
അപ്പം നമ്മളെ മുരിങ്ങൻ്റെ ഇലയിൽ വലിയ കൊമ്പും ചില്ലൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉപ്പേരി വെക്കുമ്പോഴാണ് അധികം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്തിനല്ലേ നമ്മൾ ചെറിയ ഈ നാര് പോലത്തെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നല്ല ഇളയതായി വരുമ്പോൾ അതൊക്കെ നമ്മളെ വെന്ത് വരുമ്പോഴത്തേന് അതൊന്നും നമ്മളെ ഉപ്പേരിയിൽ കാണേയില്ല. പിന്നെ ഈ ഇല അങ്ങോട്ട് തിന്നുന്നാൽ നമ്മളൊക്കെ പിന്നെ അത് കണ്ടാലും നമുക്ക് കണ്ട ഭാവേ ഉണ്ടാവില്ല കേട്ടോ. കാരണം നമുക്ക് അത്ര ഇഷ്ടമാണ് ഈ ഇലക്കറികൾ എന്ന് പറഞ്ഞാൽ. ഇല ഏത് ഇലകളും നമ്മൾ ഉപ്പേരിൻ്റെ ഇലകൾ ഇട്ടാൽ അത് ഏത് ഇലകളും അല്ല. അപ്പോൾ അത് കണ്ടാൽ കൊമ്പും ചില്ലുള്ളതൊന്നും നമ്മൾ നോക്കൂല കേട്ടോ. അത് അങ്ങോട്ട് കണ്ട് വെട്ടി മുണുങ്ങും. അപ്പോൾ ഇതാ നമ്മളെ ഇലകൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞളും ഉപ്പും 2 പച്ചമുളകും ഇട്ട് വേവിച്ച് 2 വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. നല്ല പൊടിയുള്ള ചക്കക്കുരുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തി ഒതുക്കിക്കാണ്ട് അതിലേക്ക് ഇട്ട് ഒരു രക്ഷയില്ല മക്കളെ. ഇങ്ങനെ ആരും വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ. ഇപ്പോൾ ചക്കക്കുരുവൊക്കെ എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഇഷ്ടം പോലെ ഉള്ളവരൊക്കെ ഒന്ന് കുറച്ചൊക്കെ സ്റ്റോക്കാക്കി വെച്ചോളിട്ടോ. നമുക്ക് എപ്പോഴും ചക്കക്കുരു തിന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കുറച്ചീച്ച എടുത്തുകാണ്ട് ചക്കക്കുരു ഉപ്പേരിയോ ചക്കക്കുരു കറിയോ നമ്മളെ പരിപ്പും ചക്കക്കുരൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് തിന്നൊക്കെ നോക്കണ്ട, അടിപൊളിയാണ് കേട്ടോ. ഇപ്പോഴേ തിന്ന് തീർക്കുകയാണ് ഞാൻ. ഏതായാലും എൻ്റെ മക്കൾക്ക് മൂത്തോന് പിന്നെ ഇങ്ങനത്തെയൊക്കെ ചിലപ്പോഴൊക്കെ തിന്നു കേട്ടോ. ചെറിയവൻ വരെ തിന്നാത്ത ആളാണ്. ഓനോ ഒന്ന് കുറച്ചൊക്കെ എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ. ഓനക്ക് വെച്ചു കൊടുത്ത് ഞാൻ. തിന്നൂലേന്നൊന്നും അറിയില്ല, എന്നാലും ഓനും തിന്നിട്ടുണ്ട്. അത്രയ്ക്ക് രസമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചക്കക്കുരോ മുരിങ്ങൻ്റെ ഇല തന്നെ വേണമെന്നൊന്നുമില്ല. എന്ത് പച്ച ചീര ആണെങ്കിലും നമുക്ക് ഈ ചക്കക്കുരുവിൽ ഇതുപോലെ ഒതുക്കി അങ്ങോട്ട് ഇടാം. അപ്പം നല്ല രസമാണ് കേട്ടോ. പിന്നെ അതാ നമ്മൾ നല്ല അടിപൊളി മുട്ട പൊരിച്ചത്, വെറൈറ്റി മുട്ട പൊരിച്ചതൊക്കെ നമ്മൾ ഷോർട്സൊക്കെ ആക്കിയിട്ടപ്പോൾ ഒരുപാട് ആൾ കണ്ടിട്ടുണ്ട് കേട്ടോ. 10K ഒക്കെ ആൾ കണ്ടിട്ടുണ്ട്. അന്ന് ഞാനൊരു മടിയോടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ വിചാരിച്ച് ഇതൊന്ന് ഷോർട്സ് ആക്കിയിട്ടാലോ എന്ന്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഒന്ന് ഷോർട്സ് ആക്കിയിട്ടാലോ വിചാരിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് മുന്നോട്ട് അങ്ങനെ പോയി. നല്ലോണം 10,000 ആൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് മീൻ പൊരിച്ചതൊന്നുമില്ല. അപ്പം നമ്മൾ 2 കോഴിമുട്ടൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീനൊക്കെ ഒന്ന് നല്ലോണം ചെറിയുള്ളിയും ഉലുവയും കരിവേപ്പിലയും ഒക്കെ ഇട്ടുകാണ്ട് വറവൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലും ഇതൊക്കെ തന്നെയാണല്ലേ ദിവസം നടന്നുകൊണ്ടേ ഇരിക്കുന്നല്ലേ. ഓരോ വീട്ടമ്മമാർക്ക് ഇതൊക്കെ തന്നെയാണല്ലേ. രാവിലെ ആയാൽ തേങ്ങ പൊളിക്കലും മുറ്റമടിച്ചു വരലും ചോറും ചാറുണ്ടാക്കലും ഒക്കെ. അപ്പോൾ എൻ്റെ മക്കളെ ഇടയ്ക്കൊക്കെ തേങ്ങയൊക്കെ പൊളിച്ചു തരും കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ കയ്യും കാലും പിടിക്കുന്ന മാതിരി കുറേ ദിവസമായി ഞാൻ പറയുന്നു കേട്ടോ. ആ അമ്മ ആക്കിത്തരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ തന്നെ അവിടെ ചെയ്യും ചില ദിവസം. മക്കളൊക്കെ എന്തെങ്കിലും കാര്യം കേൾപ്പിച്ചാൽ അതൊന്നും പെട്ടെന്ന് സാധിച്ചു തരൂല. സാധിച്ചു തരും കുറേ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മളെ അടിപൊളി ചെമ്മീൻ കറിയും മുട്ട പൊരിച്ചതും നമ്മളെ ചക്കക്കുരു തോരനും മുരിങ്ങൻ്റെ ഇലയും ചക്കക്കുരും ഇട്ട നല്ല അടിപൊളി ഉപ്പേരി എന്നും പറയും, തോരെന്ന് പറയുന്നവരുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും നോക്കിയില്ല, അടിച്ച് മിന്നിച്ചിട്ടോ. അപ്പം പിന്നെ എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ കുളികളും ചോറ് തിന്നലും എല്ലാം കഴിഞ്ഞ ശേഷം നല്ല അടിപൊളി മഴ കഴിഞ്ഞിട്ട് മക്കളെ വൈകുന്നേരം. അപ്പം നമ്മൾ ചായ ഒന്നും കുടിക്കുന്ന ഇതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. കാരണം ഇന്ന് അങ്ങനത്തെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. ബിസ്ക്കറ്റും ചായയൊക്കെ തന്നെ എൻ്റെ മക്കളൊക്കെ തിന്നത്. ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ അങ്ങോട്ട് കുടിച്ച്. അപ്പം വൈകുന്നേരം ഒരു 5-5:30 ആയ സമയത്താണ് അടിപൊളി മഴ കഴിഞ്ഞിട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ വലിയ മോന് ഞാനൊന്നും മയത്ത് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് മയത്ത് കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരു കേൾക്കൊന്നുമില്ല കേട്ടോ. സമ്മതം ചോദിക്കുന്നുള്ളൂ, വേണ്ടാന്നൊന്നും പറഞ്ഞാൽ ഒരു അനുസരിക്കൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ നല്ല കുളി ഇട്ടോ മയത്ത്. അപ്പം ഒരു 5:30-5:45 തുടങ്ങിയ മഴ ഒരു മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടും നിന്നിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിലുണ്ട് ഒരാൾ കളിച്ചിട്ട് വരുന്നു മയത്ത്, നല്ല കളിച്ചിങ്ങനെ നനഞ്ഞ് കുതിർന്ന് വരാം. അത് നമ്മൾ അടുക്കള ഭാഗമാണ് കേട്ടോ. നല്ല വെളിച്ചമുണ്ട്, നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ മഴ നല്ലോണം പെയ്യുന്നുണ്ട്. പിന്നാണ് കേട്ടോ ഒരു 6:30 സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ എൻ്റെ മക്കളൊക്കെ വന്നത്, കളിച്ചൊക്കെ കഴിഞ്ഞ് വന്നത്. അപ്പം ഒരുത്തന് കയറി വന്നപ്പോൾ ഓനെ വീഡിയോ എടുക്കുമ്പോൾ ഓനക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ മൂത്തോന് ഓടിയപ്പോൾ
ഓനെ പറഞ്ഞിട്ട് എന്താടോ പൊട്ടൻ്റെ മാതിരി കുപ്പായവും ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടിയപ്പോൾ എന്താണ് വെച്ചാൽ പൊട്ടൻ്റെ ആയിര് കളിക്കും, ചെറിയ കുട്ടികളെ മാതിരി കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവൻ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയൊക്കെ കളിക്കുന്നത് ചെറിയ മക്കളെ മാതിരി തന്നെയാണ് ഓന്. മൂത്തോന് ചെറുതും ചെറിയോന് വലുതൊക്കെയാണ് കേട്ടോ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമുക്കിന്ന് രാവിലെ പൂരിയേനി. അപ്പോൾ കുറച്ച് പൂരി ബാക്കിയുണ്ടേനി. അപ്പോൾ അത് രാത്രിക്കൊക്കെ തികയൂലല്ലോ. അപ്പം കുറച്ച് ചിക്കനൊക്കെ ഉണ്ടേനി. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളി ഒരു കറിയൊക്കെ വെച്ച് പിന്നെ അതൊന്ന് കാണിക്കാൻ നിന്നില്ല കേട്ടോ. നമ്മൾ എന്നും ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ ചിക്കൻ കറിയും പൂരിയും ഒക്കെ. അപ്പോൾ ഇതാ നമുക്ക് രാവിലെ ഇന്ന് പൂരിയേനി കേട്ടോ. പൂരിയും മീൻ മുളകിട്ടൊക്കെ ഉണ്ടേനി, തലേന്ന് ഉണ്ടാക്കിയ മീൻ മുളകിട്ടൊക്കെ ഇനി അതുകൊണ്ടൊക്കെ നമ്മൾ ഒപ്പിച്ച്. അപ്പം പിന്നെ രാത്രി ആ പൂരി തീർന്നിട്ടില്ല കേട്ടോ. ഇന്ന് മീൻ മുളകിട്ടതായതുകൊണ്ട് വലിയ അങ്ങോട്ട് തീർന്നിട്ടില്ല. അല്ലെങ്കിൽ പൂരി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കണക്കാക്കിയൊക്കെ ചുടുള്ളൂ കേട്ടോ, വെറുതെ ഇതുപോലെ ബാക്കിയായിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവർക്കും 5 6 ചുട്ടിട്ടുള്ളൂ. എന്നിട്ട് 8 പൂരി ബാക്കിയുണ്ട്. അതിപ്പോൾ ഇന്നിപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ വെച്ചതുകൊണ്ട് അതിപ്പം തികയൂലല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ കുഴച്ച പൂരിൻ്റെ മാവ് കുറച്ചുണ്ടേനി, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് പൂരി വീണ്ടും പരുത്തി അവിടെ വെച്ച്. അപ്പോൾ പിന്നെ നമ്മൾ ഈ ആദ്യം പഴയ പൂരി ഒന്ന് ചൂടാക്കി പിന്നെ നമ്മൾ പുതിയ പൂരിയൊക്കെ ഒന്ന് പൊരിച്ച് നല്ല അടിപൊളി ചിക്കൻ കറിയൊക്കെ ആയിട്ട് കണ്ട് ഞങ്ങൾ നല്ലോണം തിന്നിട്ടോ. മക്കൾക്കൊക്കെ പിന്നെ രാത്രി ചോറും ഇതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ചെമ്മീൻ കറിയൊക്കെ അവിടെ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ച് നല്ലോണം തിളപ്പിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച്. പിന്നെ ഈ രാത്രി എന്തെങ്കിലും കറിയൊക്കെ വെച്ചാൽ നമുക്ക് രാവിലേക്ക് വലിയ പണി ഉണ്ടാവില്ല. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടേനും, കുറച്ചല്ല 1 കിലോ ചിക്കൻ ഉണ്ടേനും, അത് ഞാൻ പകുതി അതെടുത്ത് കറിയൊക്കെ വെച്ച് ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളി നമ്മളെ ബീഫ് കറീൻ്റെ ഒക്കെ അതേ ടേസ്റ്റ് കഴിഞ്ഞിട്ടോ. നല്ലോണം മസാലയൊക്കെ ഇങ്ങനെ വറുത്ത് അരച്ച് നമ്മൾ ആ വറുത്ത് കാണ്ടൊക്കെ ചെയ്തതാണ്. പിന്നെ എപ്പോഴും ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഇങ്ങനെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണ്ട് ഞാൻ പിന്നെ കാണിക്കാത്തതാണ് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നമ്മളെ സാധാരണക്കാരായ വീട്ടമ്മമാരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ദിവസം ഇങ്ങനെ ഇടുന്നത്. പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആയിട്ടൊക്കെ നമ്മൾ വരും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.